സാർ, കേരളം മുഴുവൻ ഇപ്പം മഴവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെയാണ്, മലിനീകരണം ഒക്കെ നടക്കുന്നു. അപ്പം ഇതിനിടയിൽ ജനപ്രതിനിധികളുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം പലരുടെയും. പക്ഷെ ഇതിന് ശ്രദ്ധേയമായ ഒരു വ്യക്തിയുടെയാണ് പഴകുളം മധു, റാന്നി MLA ആണ്. അദ്ദേഹം റാന്നിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അദ്ദേഹം ഒരു ചാനലിൻ്റെ പോലും ഒരു ടോക്കിനിടയിൽ പോലും പറയുന്നത് എനിക്ക് ചെന്നിട്ട് പണിയുണ്ട്, എനിക്ക് അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥത എപ്പോഴും നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നും. അപ്പം സാർ എന്ത് പറയുന്നു അങ്ങനെയുള്ള ജനപ്രതിനിധികളെ കുറിച്ച്? നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു ഇടമാണ് റാന്നി. അതിനുശേഷം അവിടുന്ന് വെള്ളം ഒലിച്ചാണ് ആറന്മുള വരുന്നത്. വെള്ളമൊക്കെ പെട്ടെന്ന് ഒലിച്ചു വരും, എന്നാലും മലവെള്ളപ്പാച്ചിൽ ആദ്യം ഇവിടെ അതിൻ്റെ ഏറ്റവും പ്രഹരം വരുന്നതിനൊരു ശക്തി ഉണ്ടല്ലോ. പിന്നെ ഒഴുകി വരുമ്പോൾ ശക്തി കുറഞ്ഞു വരുമെന്നാണ്. വരുന്ന വെള്ളവിൽ റാന്നിയെ നശിപ്പിച്ച് അതിനുശേഷം ആറന്മുള കൂടെ കയറി അതിനുശേഷം ആലപ്പുഴ പോകും. പിന്നെ എല്ലായിടവും മഴ പെയ്യുമ്പോൾ എല്ലായിടവും പ്രളയം. അപ്പൊ റാന്നി എന്ന് പറയുന്ന ഒരിടം എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ശബരിമലയുടെ അടുത്ത് കിടക്കുന്ന ഒരു ഇടവും വലിയ ഒരു ഇടമല്ല. അവിടെ പോയാലേ മനസ്സിലാവുന്നത് ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. മല അല്ലെങ്കിൽ കാടിനകത്തൂടെ ഉള്ള ഒരു അത്. അപ്പം അതിനകത്ത് ഒരു ഇതുപോലെ മഴ പെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു വിഷയം വന്നാലും ഒക്കെ ആൾക്കാർക്ക് വിശാലമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമല്ല. അപ്പം ടൗണിനകത്ത് നിൽക്കുന്ന ഈ കടകളും മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങ് നശിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന്റെ ജീവിതവും അവന് വീടും കടയും മറ്റതും മറിച്ചതും എല്ലാം അങ്ങ് നശിക്കും. അപ്പം റാന്നി പൂർണ്ണമായിട്ടും നശിച്ചായിരുന്നു. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ ജനപ്രതിനിധികൾ ഈ അവസരത്തിൽ എങ്ങനെയാകണം, അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ വിഷയം. മുഖ്യമന്ത്രിയെ സതീശിനെ തുലനം ചെയ്യുന്നത് മുമ്പിരുന്ന പിണറായി വിജയനുമായിട്ട്. ഇപ്പൊ അവിടെ തുലനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ 25 കൊല്ലം രാജു എബ്രഹാം എന്ന് പറയുന്ന CPM-ന്റെ MLA ആയിരുന്നു. കോൺഗ്രസിന്റെ തട്ടവുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു ജനപ്രതിയാണല്ലോ, നല്ല ഇടപെടുന്നു എന്ന് കണ്ടുകൊണ്ട് നേരത്തെ ഇരുന്ന ആളിനെ തുലനം ചെയ്തായിരിക്കും പുള്ളിക്ക് വന്നത്. പുള്ളി എന്തായാലും 25 കൊല്ലം അവിടെ ആയിരുന്നു. അതിനുശേഷം മാണിയുടെ ഒരു ആളായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. അപ്പൊ 30 കൊല്ലം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു. ഈ പ്രാവശ്യം പഴവളമോടെ മത്സരിക്കുന്നു. അദ്ദേഹം ഏതാണ്ട് ഒരു 50,000 അല്ല അത്രയൊന്നുമില്ല, അതുകൊണ്ട് തുച്ഛമായ വോട്ടിന് 5,000-നും 10,000-നും ഇടയ്ക്ക്, അതുകൊണ്ട് 6,000 അത്ര ജയിച്ചുള്ളൂ. അപ്പൊ അദ്ദേഹം അവിടെ ജയിച്ചു വരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പം ഒരു മാതൃകാ ജനപ്രതിനിധിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയും. ഇയാളുടെ ആ ഇടത്തെ ഇടപെടിയിൽ അല്ലെങ്കിൽ ഈ ദുരിതം വന്നപ്പോൾ ഉള്ള ഇടപെടിയിൽ എന്ന് പറഞ്ഞാൽ മറ്റു പലയിടത്തും ജനപ്രതിനിധികൾ ഇടപെടുന്നതിനപ്പുറം സാധാരണക്കാരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ട് നിന്ന് ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ജോലി തൊട്ട് MLA-ക്ക് ചെയ്യേണ്ട ജോലി വരെ ചെയ്തു പോകുന്ന ഒരു ജനപ്രതിയായിട്ട് മാറുക. അപ്പം അവിടെ വെള്ളം കയറി മൊത്തവും നശിച്ച് ഷട്ടർ കാരണം 2 നില കെട്ടിടത്തിന് മുകളിൽ വരെ വെള്ളം എത്തുന്ന അവസ്ഥയില്ല. അപ്പൊ നോക്കണം, കടകളെല്ലാം മുങ്ങിപ്പോയി കാണും. അപ്പൊ കടകളൊക്കെ ഈ ഓണത്തിന് വേണ്ടി ശേഖരിച്ചിരുന്ന സാധനങ്ങളൊക്കെ മുങ്ങിപ്പോയി. അതൊക്കെ ഇനി ഉപയോഗിക്കാൻ കൊള്ളുന്ന ഒരു അവസ്ഥയില്ല. പിന്നെ ആൾക്കാരെല്ലാം ക്യാമ്പിലേക്ക് മാറ്റി. മാത്രമല്ല വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് റോഡ് മൊത്തവും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി. അപ്പൊ ഇദ്ദേഹം രാവിലെ 7 മണിക്ക് ഇറങ്ങി റോഡിൽ നിന്ന് ബാക്കിയുള്ളവർ തൂക്കുന്നതിന്റെ കൂടെ നിന്ന് തൂക്കുകയാണ്. അപ്പം അപ്പം അതിന്റെ കൂടെ CA വരുന്നു, DYSP വരുന്നു. അവർക്കും അത്യാവശ്യം തൂക്കണമെന്ന് മനസ്സില്ലെങ്കിൽ ഒന്ന് തൂത്തേ വെക്കത്തുള്ളൂ. അപ്പൊ സാധാരണ വെള്ളത്തൊക്കെ എന്ന് പറഞ്ഞാൽ MLA വന്ന് നിൽക്കും, അപ്പൊ ബാക്കിയുള്ളവർ തൂക്കും. ഇത് അയാൾ അവിടെ നിന്ന് ആത്മാർത്ഥം കേട്ടോ. 7 മണി തൊട്ട് ഏതാണ്ട് അവർക്ക് തീരുന്നിടം വരെ അദ്ദേഹം ചുമ്മാ ഗോഷ്ടി കാണിക്കാനും ഇവരെ ഓരോരുത്തർ പറയും റീല് കാണിക്കാനും അല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് അവരുടെ കൂടെ കൂടിയിട്ട് പത്രക്കാർ വന്നപ്പോൾ പോലും അദ്ദേഹം മുഖം മൂടി മാറ്റാൻ തയ്യാറായില്ലെന്നുള്ള. പിന്നെ അവര് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ MLA എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രത്തിൽ കൂടെ റിപ്പോർട്ട് ചെയ്യത്തില്ലേ, ആരെങ്കിലും പറയത്തില്ലേ MLA-ക്ക് വേണ്ടി വേറെ ഊപ്പുകാരന്റെ മുഖം മൂടി വെച്ചിട്ട് എടുക്കുവാണെന്ന്, അതുകൊണ്ട് മുഖം ഒന്ന് കാണിച്ചേ ഒക്കത്തുള്ളെന്ന് ചില പത്രക്കാർ പറഞ്ഞപ്പോൾ മാത്രമാണ് പുള്ളി അത് മാറ്റി വെച്ചിട്ട് പറഞ്ഞത്. ഇതിനകത്ത് ഈ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ സതീശൻ എങ്ങനെയാവും, അങ്ങനെ ആവണം, കാണാൻ പറ്റത്തില്ല. അപ്പം അതേ രീതിയിലായി കഴിഞ്ഞാൽ അതിന് ഏത് പാർട്ടിയാണെന്നൊന്നും ആൾക്കാർ നോക്കത്തില്ല. ജനം അവരുടെ കൂടെ കാണും. കാരണം അതിനൊരു ഉദാഹരണം, ഇപ്പൊ തൂക്കുന്ന കാര്യം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഇവിടെ ഒരു MLA ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പൊ സ്പീക്കറായിട്ടിരിക്കുന്ന തിരുവഞ്ചൂരാധാകൃഷ്ണൻ. അതിന് മുമ്പ് പല MLA-മാരും വന്നിട്ടുണ്ട്. MLA-മാരുടെ അടുത്തോട്ട് പോയാൽ കടിക്കുന്ന പട്ടിയെ അടുത്തോട്ട് ഇരുന്നുള്ള പേടിയാണ്. നമ്മൾ കടിക്കുന്ന പട്ടിയെ കെട്ടിയിട്ടേക്കും, ദൂരെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണെങ്കിലും പൊറോട്ട ആയം വരുമല്ലോ. അതുപോലെ തന്നെ MLA-മാർ അടുത്തോട്ട് ചെല്ലാവൂ, നമ്മളുടെ അടുത്ത് നിന്ന് അവിടുത്തെ കാര്യം പറയാമോ,
അങ്ങനത്തെ MLA-മാരും MP-മാരും ഒക്കെ അതേ രീതിയിൽ കണ്ടിരുന്ന ഒരിടത്താണ് അദ്ദേഹം വന്നിട്ട് സാധാരണ ജനങ്ങൾക്ക് ഇടയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നു. ആർക്കും എവിടെ വെച്ച് എന്തും പറയാവുന്ന, സാധാരണ ഏത് മനുഷ്യനും എന്തും പറയുന്ന, പാർട്ടിയും സംവിധാനവും മറ്റതും ഒന്നുമില്ലാതെ ഏത് സമയവും റോഡിൽ വെച്ച് കൈ കാണിച്ചാൽ നിർത്തുകയും എവിടെ വെച്ച് കാര്യം പറയുകയും എല്ലാ വീട്ടിലെയും മിന്നുകെട്ടിനും കല്യാണത്തിനും അന്നുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവരുടെയും ഈ കല്യാണത്തിനും വരവാത്തോലേക്ക് മിന്നുകെട്ടിനും ഒക്കെ പോയി തുടങ്ങി. അല്ലെങ്കിൽ ഇവരെ പിടിക്കുമ്പോൾ പാടാ. സ്വാധീനമുള്ളവരുടെ കല്യാണത്തിനേ പോകത്തുള്ളായിരുന്നു. MLA വരുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ പണ്ട് ഓർമ്മയുണ്ടോ? അതൊക്കെ വലിയ സ്വാധീനം കേട്ടോ. അതൊക്കെ വലിയ മരണത്തിനും അതുപോലെ അതൊക്കെ വലിയ സ്വാധീനം. ഇത് തിരുവനന്തപുരം എന്റെ അടുത്ത് വന്നതിന് ശേഷം, ഞാൻ അതിനു മുമ്പ് MLA-മാരുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരെ മോശമാക്കുന്നില്ല. അതിനുശേഷം കോളനികൾ പുള്ളി മരിച്ച പുള്ളിയുണ്ട്, എല്ലാവരുടെയും വീട്ടിലുണ്ട്, ആരും പറയണ്ട. പുള്ളി രാവിലെ ഓഫീസിൽ ആളിനെ വെച്ചിട്ടുണ്ട്, ഇന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ എത്ര മരണം നടന്നിട്ടുണ്ട്, എവിടെയാണെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ പോവുക. അപ്പം സാധാരണക്കാരൻ MLA അതേ രീതിയിൽ. അതുകൊണ്ട് എന്താ, അയാൾ ഇരുന്ന കാലം അത്രയും അയാളെ തോപ്പിക്കാൻ പറ്റത്തില്ല. ആദ്യം 5000 ആയിരുന്നു, പിന്നത് 10000 ആയി, പിന്നത് 15000 ആയി, പിന്നത് 20000 ആയി, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അവസാനം ആ മണ്ഡലം ഈ സംവരണ മണ്ഡലമായപ്പോഴാണ് ചിറ്റയം ഗോകുമാർ വന്നത്. ചിറ്റയം ഗോകുമാർ 15 കൊല്ലമായി, വീണ്ടും ചിറ്റയം ഗോകുമാറിന്റെ കയ്യിൽ നിന്ന് അത് പോയി. ഇപ്പം കോൺഗ്രസിന്റെ കയ്യിലാണ്. ഇതേ രീതിയിൽ തന്നെയാണ് പുള്ളി കോട്ടയത്ത് ചെന്നത്. 750 വോട്ടിന് CPM-ന്റെ കയ്യിൽ നിന്ന് വളരെ പാടുപെട്ട് അദ്ദേഹം ജയിച്ചതാ. കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോഴാണല്ലോ ഭരണത്തിൽ വരുന്നത്, കഴിഞ്ഞ 10 കൊല്ലം ആദ്യത്തെ പ്രാവശ്യം 700, പിന്നെ പ്രാവശ്യം, പിന്നത്തെ പ്രാവശ്യം 10000, കഴിഞ്ഞ പ്രാവശ്യം തരംഗം നിന്ന സമയത്ത് പുള്ളിയുടെ ഭൂരിപക്ഷം എത്ര എന്നറിയോ? ഇപ്പോഴല്ല, കഴിഞ്ഞ 35,000. മനസ്സിലായി. അപ്പൊ അയാളെ തോപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുപോലെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പഴകുളം മധുവിന് മുമ്പിരുന്ന 25, 5, 30 കൊല്ലം ഇരുന്ന ആൾക്കാർ അവിടെ നിന്ന് ഗോഷ്ടി കാണിച്ചതേ ഉള്ളൂ എന്ന് ഇപ്പൊ ജനം പറഞ്ഞു തുടങ്ങി. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയില്ല. താരതമ്യം ചെയ്യാൻ നമുക്ക് താരതമ്യം ചെയ്യാൻ എങ്ങനെ നമുക്ക് അവസരം കിട്ടണം, സാഹചര്യം കിട്ടണം. അന്നേരം താരതമ്യം ചെയ്യും, നമ്മളാരും ചെയ്യും. അപ്പം ഈ ഇപ്പൊ പറയുന്ന DC സെക്രട്ടറി രാജീവ് എബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹം 20 കൊല്ലം MLA ആയിട്ടിരുന്നത്. അദ്ദേഹം റാന്നിയിൽ ഒരു വികസനവും നടത്തിയിട്ടുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇപ്പൊ ഇയാൾ വന്നതിന് ശേഷം അവിടെ വികസനം തുടങ്ങിക്കഴിഞ്ഞു, 2 മാസമേ ഉള്ളൂ. അവിടെ മുടങ്ങിക്കിടന്നിരുന്ന ഒരു വലിയ പാലം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, പലവട്ടം മുടങ്ങിക്കിടന്നു. അയാൾ തുടങ്ങി. അപ്പൊ അയാൾ ഓരോ കാര്യത്തിനകത്ത് വികസനത്തിനകത്ത് നിൽക്കുക, ഇവരുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ കടകളും മറ്റു കാര്യങ്ങളും അവർക്ക് വേണ്ട സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കി അത് ഓണത്തിന് മുമ്പ് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടങ്ങൾ ഒരു പരിധി പരിഹരിക്കുന്നതിന് വേണ്ടി പുള്ള കൂടിയിരിക്കുക. ഇന്നിപ്പോ VD സതീശനെ വിളിച്ചവിടെ വരുത്തിയിട്ടുണ്ട്. VD സതീശൻ റാന്നിയിലുണ്ട്, റാന്നിയിലും ആറന്മുളയും ഉണ്ട്. അത് ചെല്ലാൻ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു പലയിടത്തും, അല്ലെങ്കിൽ VD സതീശൻ മറ്റു പലയിടത്തും പ്രശ്നങ്ങളുള്ളിടത്തും VD സതീശൻ ഇടപെട്ടില്ല എന്ന് പറയുന്നിടത്തും VD സതീശൻ ഇടപെടുന്നു എന്ന് കാണിക്കാൻ പഴകുളം മധു അയാളെ അതേ സമ്മർദ്ദം ചെലുത്തി അവിടെ കൊണ്ടുവന്നുള്ള. അപ്പൊ അവിടെ ക്യാമ്പുകളെല്ലാം പുള്ളി സന്ദർശിച്ചിട്ട് അതിന്റെ റീലുകളൊക്കെ ഇട്ട് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പിള്ളേരെ. മനസ്സിലായില്ലേ? അപ്പം ഈ പൊതുവരെയുള്ള ക്ഷീണം ചിലപ്പം ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് 4 ഉമ്മ മേടിച്ച് അങ്ങ് പുള്ളി കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. റാന്നിയിൽ ക്യാമ്പിനകത്ത് എന്നിട്ട് കൊച്ചു പിള്ളേരെ അമ്മമാരൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്ന് ഉമ്മ മേടിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പം അതങ്ങ് കറക്റ്റ് ചെയ്യുമായിരിക്കും. അമ്മയുടെ അല്ല, കുഞ്ഞിന്റെ, സോറി, അതിന് വലിയ വിവാദമാണ്. അമ്മയുടെ കയ്യിൽ നിന്നല്ല, കുഞ്ഞിന്റെ കയ്യിൽ നിന്ന്, അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിന്റെ ഉമ്മയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പൊ അതിനും VD സതീശൻ എന്തെങ്കിലും കുഴപ്പം അവിടെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുമുള്ള സാഹചര്യം റാന്നിയിലാണ് പുള്ളി ഒപ്പിച്ചു കൊടുത്തത്. എന്നാൽ പുള്ളിക്ക് VD സതീശൻ അവിടെ നേരിട്ട് കാണുന്നത് കൊണ്ട് അവിടെ പറ്റിയ കുഴപ്പങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അവിടുത്തെ ജനങ്ങളുടെ നഷ്ടപരിഹാരത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുള്ളിക്ക് ചെന്ന് പറയുമ്പോൾ ബോധ്യം വന്നല്ലോ. മുഖ്യമന്ത്രി വന്ന് കണ്ടതല്ലേ എന്റെ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന്. അവരുടെ മുമ്പിൽ എനിക്കത് പരിഹരിച്ചു കൊടുത്തില്ലേ, നാളെ കാലത്ത് UDF-ന്റെ MLA ആയിട്ട് നിൽക്കാൻ പറ്റുമോ, മറ്റു പലതുമാണല്ലോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കാൻ പറ്റും. ഏതായാലും പഴകുളം മധു വളരെ കൃത്യമായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് സാധാരണക്കാരന്റെ ജോലി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ ജനത്തിന്റെ കൂടെ ഞാൻ അത് ചെയ്തിരിക്കും, ഞാൻ ഇതൊക്കെ ചെയ്താൽ ജീവിച്ചത്, അതുപോലുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്, അപ്പം ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും, ഇനി മഴ പെയ്താൽ വീണ്ടും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകത്തില്ലേ, അപ്പം എല്ലാവരുടെയും കൂടെ നിന്ന് ഇത് തൂത്തുവാരി കളഞ്ഞാൽ എൻ്റെ കെയർ ഓഫിലുള്ളതും കൂടെ ആകുമ്പോൾ അത്രയും എളുപ്പമാകുമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ചെയ്തി കാണുമ്പോഴേ അറിയാം, ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ മാവ് നടത്തില്ലേ, ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി തെങ്ങ് നടുവല്ലോ, അവർ സൂമ്പാരത്ത് ഇങ്ങോട്ട് പിടിക്കുന്നു, കാലയിലും കയ്യിലും ഒക്കെ നേതാക്കന്മാർ ഷൂ ഒക്കെ വലിച്ചു കയറ്റുന്നു, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ കോന്നം വന്ന് കിടന്ന് കുഴിച്ച് വെക്കും. മനസ്സിലായില്ലേ? ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇതങ്ങനല്ല. പുള്ളി ഒരു പെണ്ണിനും ഒക്കെ ഇട്ട് മുണ്ടും ഒക്കെ ഇട്ട് അയാൾ രാവിലെ തൊട്ട് 5 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ഇപ്പൊ കണ്ട് സന്ധ്യ പറയുന്നതായിട്ടില്ല, ഒരു ചാനൽ ചർച്ച ചെയ്യുന്ന പറയാം, ഞാൻ വെറുതെ മുഖത്ത് വന്ന് അത്യാവശ്യമായിട്ട് വന്ന് എനിക്ക് തിരിച്ചു പോയാൽ തർക്കിക്കാൻ നേരമില്ല,
നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് അതിനകത്ത് എൻ്റെ ജനപ്രതിനിധികളുടെ വിഷയത്തിനകത്ത് പാർട്ടിയൊന്നും നോക്കണ്ട, അവരുടെ ആവശ്യങ്ങൾ നടക്കണം. അങ്ങനത്തെ ജനപ്രതിനിധി, അതെ, അങ്ങനെയും ഉണ്ടാവട്ടെ MLA മാർ. അങ്ങനത്തെ ജനപ്രതിനിധികൾ എല്ലായിടത്തും ഉണ്ടായാൽ എന്ത് ദുരിതം വന്നാലും അതിനകത്ത് അവർക്ക് മാനസികമായിട്ട് കരകയറുന്നതിന് ഉള്ള ഒരു കരുത്ത് വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, നിങ്ങളെ രക്ഷപ്പെടുത്തുക, അതൊരു വലിയ മാനസിക കരുത്താണ്, അവർക്ക് സഹായമാണ്. ഏതായാലും പഴകുളം മധു കേരളത്തിൻ്റെ ഒരു ഹീറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള MLA ആയിട്ട് മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.